ഏറ്റവും പുതിയ വിവരങ്ങൾ അരുൺ പൂപ്പറമ്പ ശിരൂരിൽ നിന്ന് നൽകും. അരുൺ, എപ്പോഴാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ DNA പരിശോധനയുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? അവിടുത്തെ അടുത്ത നീക്കങ്ങൾ എന്തൊക്കെയാണ് അരുൺ? കുമാർ, DNA പരിശോധന അത് നിയമപരമായ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ പ്രൊസീജിയർ ആണ്. അതെന്തായാലും DNA പരിശോധന നടത്തണമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ DNA പരിശോധന ഏറ്റവും വേഗത്തിൽ ആ പരിശോധനാ ഫലം ലഭിക്കുക എന്നതാണ് നമ്മൾ ഇനി ലക്ഷ്യപ്പെടുന്നത്. അതിൽ ജില്ലാ കളക്ടർ പറഞ്ഞത് 48 മണിക്കൂർ 2 ദിവസം അതിനാവശ്യമാണ് എന്നതാണ്. പക്ഷേ വളരെ വേഗത്തിൽ തന്നെ അതിന്റെ പരിശോധനാ ഫലം ലഭിച്ചത് സ്ഥിരീകരിച്ച് അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. കർണാടക സർക്കാരുമായി കേരള മുഖ്യമന്ത്രി ഉൾപ്പെടെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത്തരം നടപടികൾ വേഗത്തിലാകുന്നതിന് വേണ്ടി ഉള്ള ശ്രമങ്ങൾ സമാന്തരമായി നടക്കുന്നുണ്ട്. ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട അത്തരം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുമുണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ഈ പോസ്റ്റ്മോർട്ടം നടപടി ഉൾപ്പെടെ പൂർത്തീകരിച്ച് ഉടൻ തന്നെ ഒരുപക്ഷെ ഈ നാളെ തന്നെ DNA ഫലം ലഭിക്കുകയാണെങ്കിൽ മറ്റന്നാളോടെ മൃതദേഹം കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നതാണ് ഈ പ്രതീക്ഷയാണ് ജില്ലാ ഭരണകൂടം എന്തായാലും ഈ ഘട്ടത്തിൽ പങ്കുവെക്കുന്നത്. നിലവിൽ ഇപ്പോൾ കാർവാർ ഗവൺമെന്റ് ആശുപത്രിയിലെ മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. മറ്റ് നടപടിക്രമങ്ങൾ, ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾ ഉൾപ്പെടെ നേരത്തെ പൂർത്തീകരിച്ചാണ് മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. വിജയകുമാർ. യെസ്, കാർവാറിലെ ഗവൺമെന്റ് ആശുപത്രിയിലാണ് ഇപ്പോൾ മൃതദേഹമുള്ളത്. ഇപ്പോഴത്തെ നിലയിൽ ഒരുപക്ഷെ വെള്ളിയാഴ്ചയോടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. അത് അന്ന് തന്നെ കോഴിക്കോട് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് വേഗത്തിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള ഇടപെടൽ നടക്കുന്നുണ്ട്. അത് നാളെയോടെ അത് കൂടുതൽ ഫലം കാണും എന്നാണ് അരുൺ പൂപ്പറമ്പ ശിരൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.